ഹായ് കൂട്ടുകാരെ, ചിത്രയുടെ വിശേഷങ്ങളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ടൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമുക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് അതൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടാവുന്ന ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ അരി അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് അരി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. അതിവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുതിർത്ത ശേഷം അതിൻ്റെ വെള്ളം ഞാനൊന്ന് ഊറ്റിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടുപ്പ് ഇവിടെ കത്തിക്കുക കേട്ടോ. അടുപ്പ് കത്തിച്ച് നമ്മൾ കുക്കറിനകത്താണ് ബിരിയാണി ഇന്ന് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം. അങ്ങനെ കുക്കർ വെച്ചു. കുക്കറിനകത്ത് ഞാൻ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ കുരുമുളകുണ്ടല്ലോ, കുരുമുളക്, ഇതെല്ലാം ഞാനിട്ട് എണ്ണയ്ക്കകത്താണ് കേട്ടോ. എണ്ണയാണ് നമ്മുടെ ഈ കടുകെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം സവാള ഞാൻ നീക്കിയിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് 2 സവാള ഞാൻ നീക്കിയിട്ട് അതും പച്ചമുളകും കൂടിയിട്ട് കുറച്ചങ്ങോട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ വഴറ്റി വരണമെന്നില്ല. കാര്യം നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് അത് നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടും നമുക്ക്. പിന്നെ അതേപോലെ ഒരു ഇടികല്ലിനകത്ത് ഞാൻ 2 കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും കൂടി ഇടുക. ആ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വീണ്ടും പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയാണ് ഞാനിവിടെ ഇടുന്നത്. ഗരം മസാല ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ഒന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കുക. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അപ്പം അതിനുള്ള ഉപ്പിടുക. ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിയും വ്യത്യസ്തമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്വാണ്ടിറ്റി പറയാഞ്ഞത്. അതേപോലെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. കുറച്ച് ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു അരമുറി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അരമുറി നാരങ്ങാ നീരാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉപയോഗിച്ചത് എണ്ണയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം കുറച്ച് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ഒരു 2 ഫിസിൽ കേൾപ്പിക്കുക. ഒരു 2 ഫിസിൽ കേൾപ്പിച്ചതിന് ശേഷം ആവിയെല്ലാം പോയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി തട്ടിക്കൂട്ടൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.